ഇത് ടൊയോട്ട എറ്റിയോസ് ആണ്. ഇതിൻ്റെ ക്ലച്ച് പെഡൽ പോയേക്കണാണ് കംപ്ലൈൻറ്റ്. പെഡൽ പോയേക്കണേ നമുക്ക് കൺഫേം ചെയ്യാൻ വേണ്ടി ബോണ്ട് വന്നിട്ട് അതിൽ ഫ്ലൂയിഡ് ഒഴിക്കണ ടാങ്ക് ഉണ്ട്. ചില വണ്ടികളിൽ ബ്രേക്കിൻ്റെയും ക്ലച്ചിൻ്റെയും ഒറ്റ ടാങ്കിലായിരിക്കും ഫ്ലൂയിഡ് ഒഴിക്കണത്. ചുരുക്കം വണ്ടികൾക്ക് മാത്രമാണ് സെപ്പറേറ്റ് വരുന്നത്. ക്യാപ്പ് തുറന്ന് നോക്കുക. ക്യാപ്പ് തുറന്ന് നോക്കുമ്പോൾ അതിനകത്ത് ഫ്ലൂയിഡ് ഇല്ലെങ്കിൽ എവിടെയെങ്കിലും ലീക്ക് ഉണ്ടാവും. ലീക്ക് ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ കുറച്ച് ബ്രേക്ക് ഫ്ലൂയിഡ് ടാങ്കിൽ ഒഴിക്കണം. ടാങ്കിൽ ഒഴിച്ചിട്ട് പമ്പ് ചെയ്യുമ്പോഴേക്കും നമുക്ക് എവിടെയെങ്കിലും ലീക്ക് ഉണ്ടെങ്കിൽ കാണാൻ പറ്റും. ഇതിപ്പോൾ ലീക്ക് വന്നേക്കണ ഗിയർ ബോക്സിൻ്റെ അകത്താണ്, റിലീസ് ബെയറിങ്ങിനകത്താണ് ലീക്ക് വന്നേക്കണം. ഇതിപ്പോൾ ശരിയാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഗിയർ ബോക്സ് അഴിക്കേണ്ടി വരും. ഗിയർ ബോക്സിൻ്റെ അകത്താണ് റിലീസ് ബെയറിങ് വരുന്നത്. ഹൈഡ്രോളിക് ടൈപ്പാണ്. പിന്നെ ലീക്ക് വരാനുള്ള സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വണ്ടിയുടെ അകത്ത് ക്ലച്ച് പെഡലിൻ്റെ അവിടെയാണ്. അവിടെ ഒരു MC വരുന്നുണ്ട്, മാസ്റ്റർ സിലിണ്ടർ. MC അല്ലെങ്കിൽ SC കംപ്ലൈൻ്റ് ആകുമ്പോഴാണ് ക്ലച്ച് പെഡൽ പോകുന്നത്. ഇതിപ്പോൾ ഗിയർ ബോക്സ് ഇറക്കിയാണ്. ഇതാണ് റിലീസ് ബെയറിങ്. ഇത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഫുള്ള് ഫ്ലൂയിഡ് അടിച്ച് റിലീസ് ബെയറിങ് ലീക്ക് ആയിരിക്കുകയാണ്. ഇത്ര കിലോമീറ്റർ ഓടി കഴിയുമ്പോൾ കംപ്ലൈൻ്റ് ആണ് സാധനങ്ങളാണ് ഈ ക്ലച്ച്, റിലീസ് ബെയറിങ് അങ്ങനെയുള്ള സാധനങ്ങൾ. നമ്മൾ എപ്പോഴും ക്ലച്ച് മാറുമ്പോൾ അതിൻ്റെ കൂടെ റിലീസ് ബെയറിങ്ങിന് മാറ്റുമോ, ഇല്ലെങ്കിൽ വെച്ചാൽ രണ്ടാമത് പോലെ പണിയെടുക്കേണ്ടി വരും. പൈസ നഷ്ടവും സമയ നഷ്ടവുമാണ്.